നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാളെ വൈകിട്ട് വരെ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടെന്നും എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് തുറന്നത്. NDRF സംഘങ്ങളും സജ്ജമാണ്. മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം ആവശ്യമുണ്ടെങ്കിലും നടപ്പാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മഴ ഏതെങ്കിലും തരത്തിലുള്ള വിനോദത്തിന്റെ അവസരമായി കണക്കാക്കരുതെന്നാണ് ജനങ്ങളോട് പറയാനുള്ളത്. ആത്മവിശ്വാസത്തിലാണെങ്കിലും ജലാശയത്തിൽ ഇറങ്ങരുതെന്നും മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതിനിടെ സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തുടരുകയാണ്. കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് മുകളിലേക്ക് മരം വീണ് വലിയ അപകടമുണ്ടായി. കനത്ത മഴയിലും കാറ്റിലുമാണ് സംഭവം. 500 വർഷം പഴക്കമുള്ള കാഞ്ഞിരമരമാണ് കടപുഴകി വീണത്. സംഭവത്തിൽ ആളപായമില്ല. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം വീണ് ബസ് കണ്ടക്ടർക്ക് പരിക്കേറ്റു. കണ്ടക്ടർ ജിഷ്ണുവിനാണ് പരിക്കേറ്റത്. മലപ്പുറം എടവണ്ണപ്പാറ പണിക്കാപുരയിലാണ് അപകടമുണ്ടായത്. മലപ്പുറം താമരക്കുഴിയിലും ഗുഡ്സ് ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണു ഡ്രൈവർക്ക് പരിക്കേറ്റു. മലപ്പുറം കുന്നുമ്മൽ സ്വദേശി അബ്ദുൾ ഹമീദിനാണ് പരിക്കേറ്റത്. തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും സാധനങ്ങൾ കയറ്റി വന്ന വാഹനത്തിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും അപകടത്തിൽ ഒടിഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. പരിക്കേറ്റയാളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഗോള മഴപ്പാത്തിയായ NJO അതായത് മാഡൻ ജൂലിയൻ ഓസിലേഷൻ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നതാണ് മഴ ശക്തമാകാൻ കാരണമെന്നാണ് അറിയിപ്പ്. മേഘങ്ങൾ കൂട്ടമായി ഭൂമധ്യരേഖയ്ക്ക് കുറുകെ നീങ്ങുന്നതാണ് MJO പ്രതിഭാസം. MJO സ്വാധീനത്താൽ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദങ്ങളും രൂപം കൊണ്ടേക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് കൊയിലാണ്ടി കുഞ്ഞോറ മലയിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ 50ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത നന്ദി ചെങ്കോട്ടുകാവ് ബൈപ്പാസിന് സമീപത്തെ കുടുംബങ്ങളാണ് ഈ മഴക്കാലത്തും ദുരിതം അനുഭവിക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ കുഞ്ഞോറമല നിവാസികളുടെ നെഞ്ചിൽ ഭീതിയുടെ പേമാരിയാണ്. ഏത് നിമിഷവും ഒരു അപകടം നടന്നേക്കാമെന്ന ആശങ്ക. കുഞ്ഞോറമലയുടെ നെടുകെ പിളർന്നാണ് നന്ദി ചെങ്കൂട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾക്കിടെ പലതവണ മണ്ണിടിച്ചിലുണ്ടായി. അന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് ദേശീയപാത പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ഉന്നത സംഘത്തെ പഠനത്തിനായി നിയോഗിക്കുകയും ചെയ്തു. ശേഷം വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നതോടെ മണ്ണിടിച്ചിലും തുടങ്ങി.